ഹലോ ഫ്ലൈവ്ലെസ്, ഇന്ന് ഞാൻ രണ്ട് വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ റോഡിൽ സുപരിചിതമായിട്ടുള്ളൊരു വണ്ടിയാണ്. നിങ്ങൾ ഒരുപാട് കാണുന്നുണ്ടാവും. ടൊയോട്ട ഇന്നോവ ഹൈക്രോസും ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റയാണ്. ഇന്നോവയ്ക്ക് എതിരാളായിട്ട് ഇന്നോവ തന്നെയാണ്, അതിൻ്റെ ഉദാഹരണമാണിത്. ക്രിസ്റ്റയ്ക്ക് എതിരാളായിട്ട് വന്നിട്ടുള്ള ഹൈക്രോസാണിത്. ഇത് രണ്ടും ചൂസ് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. അതിനെ കുറിച്ചിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ വരാറുണ്ട്. ഇതിന് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾക്ക് കുറച്ച് ഉത്തരങ്ങളായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഞാൻ മാത്രമല്ല, എനിക്ക് ഈ ഒരു കോമ്പറ്റീഷന് വേണ്ടിയിട്ട് എൻ്റെ എതിരാളി ഉണ്ട് ഇവിടെ, മിസ്റ്റർ നന്ദു. അപ്പോൾ നന്ദു, നമുക്ക് ഈ ഒരു വണ്ടിയുടെ ഒരു കമ്പാരിസൺ ചെയ്താലോ? ഏതാ നീ സെലക്ട് ചെയ്യുന്നത്? ഞാനിത് എടുക്കുള്ളൂ, കാരണം എനിക്ക് ഇതാ ഇഷ്ടം, ഇത് വലിയ ഇഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ട് അത് നന്ദുവിൻ്റെ വണ്ടി, ഇതെൻ്റെ വണ്ടി. നമുക്ക് നോക്കാം രണ്ടിൻ്റെ കമ്പാരിസൺ. ഓൾ മൈ ഫ്ലൈവേഴ്സ്, വെൽക്കം ടു ഫ്ലൈവേൽ. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഏതാണ് കാണാൻ കൂടുതൽ ഭംഗി എന്നാണ്? ഭംഗി എന്ന് പറഞ്ഞാൽ വളരെ പേഴ്സണലാണ്. ഓരോരുത്തരുടെ കണ്ണിലും ഓരോ സംഗതിക്ക് ഭംഗിയുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് പുതിയതായതുകൊണ്ടും ലേറ്റസ്റ്റ് ഹൈക്രോസ് ആണ് ഭംഗിയുള്ളതെന്നാണ്. പക്ഷേ എനിക്ക് ക്രിസ്റ്റയാണ് കൂടുതൽ ഭംഗി ഫീൽ ചെയ്തിട്ടുള്ളത്. അതൊരു റോട്ടിൽ കാണാൻ കൺവെൻഷണൽ ഡിസൈൻ, അതുകൊണ്ടായിരിക്കും. നിങ്ങളാകെ പറഞ്ഞു തന്നെ ഭംഗിനേക്കാളും കൂടുതൽ നമുക്ക് വേറെ കാര്യം നോക്കാം. ഇതിപ്പോൾ നിങ്ങൾ കുറച്ച് സൈസൊക്കെ വെച്ചല്ലോ, അതിനനുസരിച്ചാണ് ഈ വണ്ടി എടുത്തേക്കുന്നത്. ഇപ്പോൾ തടിയുണ്ട്, വീതിയുണ്ട്. ഇതാ തടി കൂടുതൽ, ശരി, ഇതാ തടി കൂടുതൽ, വീതി കൂടുതൽ, ശരിയാണ്. പക്ഷേ ഒറ്റ നോട്ടത്തിൽ ഇങ്ങനെ നോക്കുമ്പോൾ ബമ്പർ താഴെ നിൽക്കണമെങ്കിലും ഇതിന് ഹൈറ്റ് കൂടുതൽ. ഓനാണ് ഹൈറ്റ് കൂടുതലാണ്. പക്ഷെ എന്താ വീതി കൂടുതൽ, എന്താ അത് വീൽ ബേസിൽ കാണുന്നുണ്ടല്ലോ. നീളം കൂടുതലുള്ള വീൽ ബേസിൽ കാണുന്നുണ്ട്. സൈസ് വൈസ് ഹൈറ്റ് ഒഴികെ ബാക്കിയെല്ലാം തന്നെ ഇതാ കൂടുതൽ. ഗ്രൗണ്ട് ക്ലിയറൻസിന്റെ ഫിഗർ നമുക്ക് ഇതുവരെ ടൊയോട്ട പറഞ്ഞു തന്നിട്ടില്ല. എന്നാലും ഇതിന് ലേശം കൂടുതലുണ്ട് ആയിട്ട് തോന്നുന്നതാണ്. അതെ. പക്ഷെ ഭംഗിന്റെ കാര്യം പറയുമ്പോൾ നീ ഇത്രയും വൃത്തികേടാക്കിയിട്ടുള്ള ഒരു വണ്ടി ഞാൻ കണ്ടിട്ടില്ല. ഇത് നോക്ക്, ക്ലീൻ ആണ്. എന്താണ് ഇതിന്റെ മേലെ ആക്സസറി എല്ലാം വെച്ചിട്ടും ക്ലീനാ. നിങ്ങൾക്കിപ്പം വല്ല ഓഫറിൽ ആക്സസറി വെച്ച് കിട്ടുന്ന ഇന്നോവ ക്രിസ്റ്റന്റെ അവസ്ഥയാണിത്. ഇതെന്താ ഹൈലുക്സ് ഫൈറ്റ് ചെയ്തതാ? ബോറ് കട്ട്. ഭംഗിനെ കുറിച്ച് സംസാരിക്കാൻ നമുക്ക് അകത്തും ഈ ഒരു ക്യാബിനും സംസാരിക്കണ്ടേ? വേണം. സോ നോട്ട് ടു പോഷ്, പക്ഷെ നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു ലേ ഔട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ക്രിസ്റ്റയുടെ. ആവശ്യമുള്ള സാധനങ്ങൾ കയ്യെത്തും ദൂരത്തുണ്ട്. ആൻഡ് എവറിത്തിങ് ഈസ് സോർട്ടഡ്. നല്ല അത് പറയുമ്പോൾ ഞാൻ പ്ലാസ്റ്റിക് ക്വാളിറ്റി. ബേസിക് ടൊയോട്ടയുടെ ഒരു കാര്യം പറയാം. ടൊയോട്ടയിൽ കൺവെൻഷനലി തന്നെ ഒരു സേഫ് ഡിസൈൻ ആണ് ഇന്റീരിയറിന് വന്നിട്ടുള്ളത്. ടു മച്ച് കോണ്ടംപററി ആവാറില്ല, അതുകൊണ്ട് സേഫാണ്. എപ്പോഴും ഔട്ട്ഡേറ്റഡ് ആയി തോന്നില്ല. എന്നാൽ നമ്മൾ കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നു ചെയ്യില്ല. അതുകൊണ്ട് ഇത് സ്റ്റിൽ ഓക്കെ. എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടമായി തോന്നുന്നത് ഈ ഒരു വുഡ് ലൈക്ക് ഫിനിഷ് ഉണ്ടല്ലോ, അതിപ്പോഴും ആ ഒരു ക്ലാസ് ഉണ്ട്. കാണുന്നില്ലല്ലേ? അതെ. പക്ഷെ ഒരു കാര്യം എനിക്ക് തന്നെ പറയാനുള്ളത്, ഇത് ഇപ്പോഴും വെരി ഔട്ട്ഡേറ്റഡ്. എനിക്ക് ഇതിൽ ഏറ്റവും ഈ ടൊയോട്ട ഹൈക്രോസ് ആവട്ടെ അല്ലെങ്കിൽ ഇന്നോവ ആവട്ടെ, ഇതിന്റെ ബേസ് ഫാമിലി വരുന്ന ഹൈലക്സ് ഇങ്ങനത്തെ എല്ലാം, ഈവൻ ലാൻഡ് ക്രൂസറിലും എല്ലാം എനിക്ക് ഇഷ്ടമുള്ള ഫീച്ചറാണ് ഇവിടെ ഉള്ള കപ്പ് ഹോൾഡർ. അതെ, രണ്ടിലുണ്ട്, രണ്ട് രീതിയിൽ. ഇതാണ് എനിക്ക് ഹൈക്രോസിനേക്കാൾ ഭയങ്കര സൗകര്യമുള്ള ഒരു സാധനമാണ്. നല്ല വലിയ നമ്മൾ മഗ് എല്ലാം വെക്കാം. AC തണുപ്പില്ല, കൂളാവും, ശരിക്കും ചില്ലാവും. നോമ്പിനെല്ലാം ഞാൻ ചില സമയത്ത് ഇത് ശരിക്കും ചെയ്യും. നമ്മൾ തണുത്ത വെള്ളം നിസ്കാരെല്ലാം കഴിഞ്ഞ് വന്ന് കുടിക്കുമ്പോഴാണ് അത് ചില്ലാവാത്തതുകൊണ്ട് തന്നെ നല്ല സുഖമാണ്. പിന്നെ അതുപോലെ നമ്മൾ നോർത്തിൽ പോകുമ്പോൾ നമ്മൾ ടാക്സി എല്ലാം മിക്കവാറും ഇന്നോവ ആയിരിക്കുമല്ലോ. അപ്പം നമ്മൾ ബോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ രാജസ്ഥാനും മറ്റെല്ലാം അത് അടിപൊളി സാധനമാണ്. പിന്നെ അത് യൂസ് ചെയ്യാൻ പാടില്ലെങ്കിലും ഇതൊരു അൺകൺവെൻഷണൽ ഫോൺ ഹോൾഡറും കൂടിയാണ്. ഫോൺ ഹോൾഡർ പല ഡ്രൈവർമാരും അവിടെ വെച്ചിട്ട് ശരിക്കും മാപ്പ് നോക്കി പോകും. അത് പുതിയതിനേക്കാൾ ഇതിലാണ് വെക്കാൻ സൗകര്യം. അഗൈൻ അത് കൺവെൻഷൻ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എനിക്ക് അതിൽ വേറൊരു അഡ്വാൻറ്റേജ് കണ്ടിട്ടുണ്ട്. ഫോണ് ചൂടാവില്ല, തണുക്കും. അതും കൂടെ ഉണ്ട്. പക്ഷെ നമ്മൾ നിയമപരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് എന്നുള്ളൂ. അതർവൈസ് ദിസ് നോട്ട് ഔട്ട്ഡേറ്റഡ് ബട്ട് നോട്ട് വെരി കോണ്ടംപററി ഓൾസോ മൈ ഒപ്പീനിയൻ. പക്ഷെ ഇതിൽ ഒരു എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ കാര്യം, സംഗതി ഹൈക്രോസിൻ്റെ ആളാണെങ്കിലും ഈ ടോപ്പ് ആൻഡ് മോഡലിലെ റൂഫ്, ആ ലൈറ്റും ആംബിയൻ ലൈറ്റെല്ലാം വന്ന് കഴിഞ്ഞാൽ അതിൽ കിട്ടുന്ന ഒരു ലക്ഷറി ഫീൽ എലമെന്റ് ഇസ് ഗുഡ്. യെസ്. ഇനി ഹൈക്രോസിൻ്റെ ഡിസൈൻ നോക്കുമ്പോൾ കുറേ കൺവെൻഷണൽ എലമെന്റ് കാണാം, കുറച്ച് ട്രഡീഷണൽ എലമെന്റ് ഉണ്ട്. കൺവെൻഷനലി മോഡേൺ എന്ന് വേണമെങ്കിൽ പറയാം. എർഗണോമിക്സ് എല്ലാം എനിക്ക് ബെറ്റർ ആയി തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇവിടെയും ഇൻഫോർടൈൻമെന്റ് അത്ര വലിയ അഡ്വാൻസ്ഡ് ഒന്നും അഡ്വാൻസ് അല്ല, എന്നാലും നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ഫീല് കിട്ടും. അത്രേ ഉള്ളൂ. പിന്നെ സൗണ്ട് സിസ്റ്റം ബെറ്റർ ആണ്. സൗണ്ട് സിസ്റ്റം JBL സിസ്റ്റമാണ്.
ഇവിടെയും യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസും ഫിറ്റ് ആൻഡ് ഫിനിഷ് ഒക്കെ ഹൈ ക്വാളിറ്റി. ബട്ട് ഇതിൽ വുഡ് ട്രിം ഇല്ല എന്നുള്ളത് ലെതറാണ്. എന്തിന് ആർട്ടിഫിഷ്യാലിറ്റി ഒന്നും ആർട്ടിഫിഷ്യൽ ഇല്ല. പിന്നെ സൺഗ്ലാസ് ഹോൾഡർ ഇല്ലല്ലോ. എന്തിനാ സൺഗ്ലാസ് ഇങ്ങനെ ഈ ബോക്സിൽ ഇട്ട് വെക്കുന്ന അത്രയും സേഫ് എല്ലാത്തിലിടുന്നത്? എന്നാലും ഹോൾഡർ ഇല്ല, വേണ്ടല്ലോ. അല്ല, നിന്റെ സൺഗ്ലാസ് ഹോൾഡറിൽ വെച്ചിട്ട് സൺഗ്ലാസ് മിസ്സായിട്ടുണ്ട് വാഷിന് കൊടുത്തിട്ട്. അതുകൊണ്ടാണ് നിന്നെ പോലത്തെ ആൾക്കാർക്കുള്ളത്. അയ്യോ വെൽഫെയർ. എനിവേ, ഇവിടെ നമുക്കൊരു സ്പേസ് ഉണ്ട്, കവേർഡ് അല്ല. ഇവിടെ വേറെ സ്പേസ് ഉണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമുക്ക് കൺവീനിയൻറ്റ് ഫീച്ചേഴ്സ് വൈസ് ഉള്ള കാര്യമാണ് സീറ്റ് കൂളിംഗ്. എന്നെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് സീറ്റ് കൂളിംഗ്. നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള, അതെ, വെരി എഫക്റ്റീവ് സീറ്റ് കൂളിംഗ്. ഒന്നും പറയാനില്ല, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള. അല്ല എന്തോ തുറന്ന് പറ, ആ പ്ലെയിൻ സൈഡ് പ്രൊഫൈലാണോ ഈ കർവ്സും മസിൽസുള്ള സൈഡ് പ്രൊഫൈലാണോ നല്ലത്? എൻ്റെ വണ്ടി ഇപ്പോൾ സ്പെസിഫിക് ആയിട്ട് ഹൈലക്സിഫൈ ചെയ്തിട്ടുള്ളതുകൊണ്ട് എന്നാലും അത് കാണാൻ വേനില്ല. ഇതിൻ്റെ രസം അതാണോ സത്യം പറയുള്ളൂ എന്തായാലും. പക്ഷേ ഐ ഗോ വിത്ത് ക്രിസ്റ്റ. ഇനിയിപ്പോൾ രണ്ടാമത്തെ ചോദ്യം ഇതിന് കുറച്ചുകൂടെ പ്രാക്ടിക്കാലിറ്റി ആണ്. ഫ്രണ്ടിൽ തന്നെ തുടങ്ങാം. ലൈറ്റ്സ് ഇതിൽ പുതിയ LED ലൈറ്റ് വന്നിക്കണം, നല്ല ബ്രൈറ്റ് ആയി തോന്നിക്കണം, ഡെപ്ത് കൂടുതൽ. അതെ, ഇത് തന്നെയാ ബെറ്റർ. ഡെഫിനറ്റ്ലി ഹാലജൻ ലൈറ്റ്സ് ആണ്, ലോങ് ബീം ത്രോ ഉണ്ട്, ഇവിടെ ഫോഗ് ലാംപ്സ് ഉണ്ട്, ഇൻഡിക്കേറ്റർ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നു. എല്ലാത്തിനും അതിൻ്റെതായ സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിൽ ഞാൻ പറയാം, ഹൈ ബീം അതായിരിക്കും നല്ലത്. കാരണം ഹാലജൻ ആണ്ട് ഡെപ്ത് ഉണ്ടാവും. പക്ഷെ ലോ ബീം പോക്കാം. ആ ലെൻസ് ഒരു ഉപകാരമില്ല, കാണാനുള്ള ഒരു വലിയ സ്റ്റൈൽ ഉണ്ട് എന്നല്ലാതെ എനിക്ക് ഇതുവരെ തോന്നില്ല. അതിന് പ്രാക്ടിക്കലി സിറ്റി കൊണ്ടു നടക്കുകയാണെങ്കിൽ ഇതിൻ്റെ ലൈറ്റ് തന്നെ. പക്ഷേ ഇൻഡിക്കേറ്റർ കത്തിച്ചാൽ കുറച്ചുകൂടെ വൃത്തിക്ക് ഇത് കാണാൻ പറ്റുമായിരിക്കും. എന്തിന് ചെറിയ LED ഇത്രയും ക്ലിയർ ആയിട്ട് കണ്ടാൽ പോരാ, നാളെ കണ്ണിലടിക്കണോ ലൈറ്റ് ഇൻഡിക്കേറ്റർ? പ്രാക്ടിക്കാലിറ്റി. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇത് നമുക്ക് ഒരുപാട് സെൻസറും കാര്യം വരുന്നുണ്ട്. ഇവിടെ തന്നെ റഡാർ നല്ല നീറ്റ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന അഡാപ്റ്റർ ഫീച്ചറിൽ. അതുകൊണ്ട് മുട്ടൊന്നും ശ്രദ്ധിച്ചു വേണം. ഈ സാധനം ഒന്ന് പോരി അത് റീപ്ലേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് ജപ്പാനിൽ നിന്ന് വരണം ഈ ഒരു പീസ്. അതും ഏറ്റവും കൂടുതൽ വണ്ടികൾ തട്ടുന്നത് ഫ്രണ്ടിലായതുകൊണ്ട് ഫസ്റ്റ് പോവാ ഇതാണ്. ഇത് കിട്ടാനും ഇല്ല. വെരി ഹാർഡ്. ടെക്നോളജി. ഇനി നമുക്ക് അടുത്ത പോയിന്റ് ഇന്റീരിയറാണ്. ഇന്റീരിയറിലുള്ള ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ ക്രിസ്റ്റയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ക്രിസ്റ്റയിലെ ഫീച്ചേഴ്സ് അധികമൊന്നും പറയാനില്ല. വീണ്ടും യൂട്ടിലിറ്റേറിയൻ ആണ്. AC കൺട്രോൾസ് ഉണ്ട്, ഒരു ഇൻഫോർടൈൻമെൻറ്റ് സ്ക്രീൻ വന്നിരിക്കുന്നു, സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് വന്നിരിക്കുന്നു, ഈക്കോ മോഡ്, പവർ മോഡ്, പിന്നെ പാസഞ്ചർ എയർ ബാഗ് സ്വിച്ച് ഓഫ് കാര്യങ്ങളൊക്കെ അത്രേ ഉള്ളൂ. വേറെ കാര്യത്തിലുള്ള ഒന്നുമില്ല. ആൻഡ്രോയിഡ് ഓട്ടോ കണക്ടിവിറ്റി അങ്ങനെ ഒരു സാധനമില്ല. സൺറൂഫ് ഇല്ല. ലൈറ്റ് ഉണ്ടോ? ലൈറ്റ് ഉണ്ട്. ഇതിനിപ്പോൾ അതെ ഡാഷ് ക്യാം വരുന്നുണ്ട് കേട്ടോ. അത് എക്സ്ട്രാ ഫീച്ചർ. അതെ. പിന്നെ നമുക്ക് സൺഗ്ലാസ് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതെ, ഓക്കെ. അതോടെ കേട്ടെ. സീറ്റ് കൂളിംഗ് ഉണ്ടോ? നമുക്കൊന്ന് തണുപ്പിച്ചാൽ മതി. സീറ്റ് കൂളിംഗ് ഉണ്ടോ? ഞാൻ എന്താ വെച്ചാൽ AC ഓൺ ആക്കി വെച്ചിട്ട് സീറ്റ് കൂളിംഗ് ഉണ്ടോ? ഇല്ല. ഇനി അത് ഫീച്ചേഴ്സ് ഇവിടെ നിന്നോട്ടെ. ഇനി ആൾക്കാർ കമ്പയർ ചെയ്ത് നമുക്ക് ഏതായാലും ഹൈക്രോസിൽ കാണിക്കാം. ഹൈക്രോസിന്റെ ഇന്റീരിയർ കഴിഞ്ഞ ഫീച്ചേഴ്സ് ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു സീറ്റ് കൂളിംഗ്, ഇവിടെ കുറച്ച് AC കൺട്രോൾസ് നിൽക്കുന്നു, EV മോഡ്, ഉണ്ട്, ഇൻഫോർടൈൻമെന്റും ഉണ്ട്. പിന്നെ അവിടെ TFT സ്ക്രീനാണ് ഇൻസ്ട്രുമെന്റ് കൺസോൾ ഉള്ളത്. വലിയതാ പാനോറമിക് സൺറൂഫ് ഉണ്ടോ അവിടെ? അവിടെ നമുക്ക് സൺറൂഫ് ആവശ്യമില്ല. പിന്നെ അവിടെ ഒരു ചില്ലർ ഉണ്ട്, അതുകൂടെ സൈഡിൽ നിന്ന് ഓപ്പൺ ചെയ്ത് വലുതാണ്, സ്പേഷ്യസ് ആണ്. ഇവിടെ വെള്ളം കുടിക്കാൻ തണ്ണിയല്ല, വെള്ളം കുടിക്കാൻ. USB-C ചാർജറും USB ചാർജറും രണ്ടും ഉണ്ട്. ആവശ്യത്തിനേറെ സ്പേസ് ഇവിടെ ഉണ്ട്. പിന്നെ സീറ്റാണ് ഇനി അടുത്ത്. ഇന്റീരിയർ പറയുമ്പോൾ സീറ്റ് നോക്കിക്കോ, നല്ല കംഫർട്ടബിളി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സീറ്റ്. അതിന് വലിയ തെറ്റൊന്നും പറയാൻ മനസ്സിലാവും. എവിടെ പക്ഷേ കൂളിംഗ് ഒരു എലമെന്റ് ആണ്, സമ്മതിക്കുന്നു. പക്ഷെ കൂളിംഗ് ഇല്ല എന്നൊരു പ്രശ്നം മാത്രം അവിടെ പറയാനുണ്ടാവുള്ളൂ. ഉണ്ട്, അത് പ്രശ്നമാണ്. നോക്കാം. ഇനി ക്രിസ്റ്റ്യാന്റെ സീറ്റ് ഓക്കെ, ഓൾമോസ്റ്റ് സെയിം ആണ്, ഈക്വലി ഗുഡ് ആണ്, കംഫർട്ടബിൾ ആണ്. എനിക്ക് പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സീറ്റ് കൂളിങ്ങിന്റെ ആ ഫീച്ചറിന്റെ തണുപ്പ് കിട്ടുന്നത് വലിയൊരു എലമെന്റ് ആണ്. എന്നു വെച്ചിട്ട് അത് മിസ്സിങ് തന്നെയാണ്. അത് പ്രത്യേകിച്ച് ഈ ലെതറേറ്റർ ചൂടെടുക്കുന്നുണ്ട്. അപ്പൊ ബാക്ക് ഇത്രയും ഇനിയിപ്പോ തണുപ്പിച്ച് ഓണാക്കിയിട്ട വണ്ടി നമ്മൾ കയറി ഇരുന്നപ്പോ തന്നെ എനിക്ക് ചൂട് ഫീൽ ചെയ്യുന്നു. അപ്പൊ ആ ഡ്രോബാക്ക് അല്ലാതെ സീറ്റിന്റെ ഘടനയിലും ഇതൊന്നും വലിയ പ്രശ്നം തോന്നില്ല. എന്നാലും അതൊരു വെന്റിലേറ്റഡ് സീറ്റ്സ് അത്ര തന്നെ. ബാക്കി സീറ്റ് അതർവൈസ് നല്ല സീറ്റ്. പക്ഷെ എനിക്ക് പേഴ്സണലി
എനിക്കിഷ്ടമുണ്ടായിരുന്നു ഇതിനേക്കാളും ഇതിന്റെ മുന്നത്തെ ഇന്നോവന്റെ സീറ്റാണ്. ഡെഫിനറ്റ്ലി ക്രിസ്റ്റനെക്കാട്ടിലും എനി ഡേ ക്രിസ്റ്റന്റെ സെക്കൻഡ് റോ സീറ്റ് അത് ഡ്രോബാക്ക് അത് നമുക്ക് കാണിച്ചു കൊടുക്കുന്നത്. സെക്കൻഡ് റോയില് ബോസ് സീറ്റ് ഉണ്ട്, അതായത് നിനക്ക് ട്രേ ഉണ്ട്, കപ്പ് ഹോൾഡർ ഉണ്ട്, പറയുന്ന കേൾക്കൂല. ബാക്കിൽ AC വെന്റ് ഉണ്ട്, AC വെന്റ് ഉണ്ട്, ലൈറ്റ് ഉണ്ട്, ഇതിൽ ലൈറ്റ് കത്തും, AC കൺട്രോൾസ് ഉണ്ട്, ഇവിടെ ലൈറ്റ് ഉണ്ട്, അവിടെ ലൈറ്റ് ഉണ്ട്. ഏതൊരാള് യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ക്രിസ്റ്റ അല്ലെങ്കിൽ എയർക്രോസിലെല്ലാം ബാക്കിലിരുന്ന് യാത്ര ചെയ്യുന്ന എന്തിനാ, ഉറങ്ങിപ്പോവാൻ അല്ലേ? ഈ സീറ്റിലായിരിക്കും ഇരിക്കുക. ഞാൻ ആ സീറ്റിന് ഒരു ബുദ്ധിമുട്ട് വെച്ചിട്ട് ഇത് നമ്മൾ റിക്ലൈൻ ചെയ്യുമ്പോൾ ഇവിടെ ഒരു തള്ളു വരും. ഇതെന്താ ലംബർ സപ്പോർട്ട് ഉറങ്ങുമ്പോൾ അതൊക്കെ ഒന്നും ചോദിച്ച കാര്യമില്ല. അതാണ് വലിയ പ്രശ്നം, അത് വലിയ ഡ്രോബാക്ക് ആണ്. ഇത് നോക്ക്, സീറ്റ് താന്ന് പോകുമ്പോൾ ഈ അങ്ങോട്ടല്ല, ഈ സാധനം ഫുള്ള് പൊങ്ങിയിട്ട് ആ കംഫർട്ടിലായിരിക്കും. ആ പഴയ ഇന്നോവൊക്കെ ബെറ്റർ ആയിരുന്നു. ഇപ്പൊ ഹൈക്രോസിൽ നോക്കിക്കോ, ബെറ്റർ കണ്ടുപിടിക്കല്ല. ഇതാണ് പ്രാക്ടിക്കൽ നോളജ്. വേണ്ടിയിട്ടല്ല, മനുഷ്യനെ എപ്പോഴും ടാക്സി പോകുമ്പോൾ കഷ്ടപ്പെടുന്നത് ഹൈക്രോസിന്. വേറെ സീറ്റും ഉണ്ട് കേട്ടോ, മറ്റേ ബെഞ്ച് സീറ്റ് ആണെങ്കിൽ പ്രശ്നമില്ല, കാരണം കിടക്കാൻ പറ്റില്ലല്ലോ. ഇങ്ങനെ കിടക്കാം. തേർഡ് സീറ്റ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോവാം. എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. തേർഡ് സീറ്റ് നമുക്കൊന്ന് പോയി നോക്കാം. പോയിരിക്കും, അവൻ തന്നെ ഇരിക്കട്ടെ. ഒരു അഡ്വാൻറ്റേജ് അതിൻ്റെ ഉള്ളിൽ കൂടെ പോവാം. അയ്യോ ഇവിടെ എന്താ സാധനം പോയി. ബുദ്ധിമുട്ടാണ്. ഞാൻ ഒരു സൈഡിലേക്ക് ഇരിക്കും, ബുദ്ധിമുട്ടാണ്. ഇപ്പുറത്ത് ഇരിക്കണോ ക്യാമറ. ഓക്കെ, ഞാൻ മുന്നോട്ട് ഇട്ടുതരാം. ഇത് എനിക്ക് അത്യാവശ്യം പോവാവുന്ന ഇതിലാണ്. ആണോ? എനിക്കും ഇരിക്കാം. ബാക്കിൽ എന്ത് സപ്പോർട്ടുള്ളത്? സപ്പോർട്ട് ഇവിടെയും ഒരു മുതുകിന് സപ്പോർട്ട് ഉണ്ട്, മറ്റേ ഹെഡ് റെസ്റ്റ് പൊക്കി വെക്കാത്തതുണ്ട്. അതാണ് സപ്പോർട്ട്. ഇവിടെ ഒരു കപ്പ് ഹോൾഡർ 2 ഉണ്ട്, പിന്നെ ഈ ഇവിടേക്ക് ഒരു ചെറിയ സ്പേസ് ഉണ്ട്. ഇവിടെ ഒരു USB പോർട്ട് ഉണ്ടായിരുന്നല്ലോ, അത് ഏത് സൈഡിലാണ്? അതിവിടെ ഇല്ല, അതവിടെ ഇല്ല അല്ലേ? എത്ര ദൂരം നീ ഇങ്ങനെ യാത്ര ചെയ്യും? കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ്. ലോങ് ജേണിക്ക് ഇങ്ങനെ പോലെ കുട്ടികൾക്കല്ലേ പറ്റുള്ളൂ. അതാണ്. ഇതിന്റെ സെക്കൻഡ് സീറ്റിൽ തുടങ്ങിയപ്പോ ബോസ് സീറ്റ് ഇല്ല. ബോസ് സീറ്റ് ഉണ്ടല്ലോ, നോക്ക്. ബോസ് സീറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഫ്രണ്ടിലത്തെ സീറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഫ്രണ്ടിലായിട്ട് വെക്കാൻ പറ്റില്ല, ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യാൻ. തിന്ന് പോകാനുള്ളതല്ല ഇത്. തിന്നു പോകാൻ പറ്റില്ല നമുക്ക്. തിന്നു പോകാൻ പറ്റില്ല. നമ്മള് പൊക്കി അങ്ങനെ അറിയുള്ളൂ അല്ലേ? അതല്ല എനിക്കറിയാം. ഞാൻ ഇതിൽ കോൺസെൻട്രേഷൻ സീറ്റ് അതെനിക്കും ഉണ്ട്. അതിലില്ല. ബോസ് സീറ്റ് ആണ്, ഇതാണ് ബോസ് സീറ്റ്. അവിടെ സൈഡിലൊരു ബട്ടൺ ഉണ്ട്, സൈഡിൽ. അതല്ല, അതിന്റെ താഴെ മേലായിട്ട് ഇവിടെ അതിന്റെ ഇവിടുത്തെ സീറ്റ് ബട്ടൺ അവിടെ ഉണ്ട്. ഓ എന്താ സുഖം. സൈഡിലൂടെ എയർ വെന്റ് വരുന്നു, അത് നേരെ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല. ഓട്ടോമാൻ സീറ്റ്, ലക്ഷറി കാറ് മാറിയില്ലേ? വലിയ കുഴപ്പമൊന്നുമില്ല. തേർഡ് റോ കാണാലോ. അയ്യോ, അത് പിന്നെ പക്ഷെ കിടന്നുറങ്ങി പോവാൻ പറ്റും. അതുപോലെ ഇങ്ങനെ തള്ളൊന്നുമില്ല. അല്ലെങ്കിൽ നമ്മളെല്ലാം തള്ളുണ്ടല്ലോ. അത് അതന്നെ പറയാം. പിന്നെ കാറിനൊരു തള്ളു, സീറ്റിന് തള്ളല്ലോ ആവശ്യമുണ്ടോ? നമ്മള് തള്ളുമ്പോ വണ്ടി തിരിച്ച് കുറച്ച് തള്ളെങ്കിലും വേണ്ട. പിന്നെ ബാക്കിൽ USB-C ചാർജ്. നീ നേരത്തെ തപ്പിയില്ലേ? ആ ചാർജറിൽ പെട്ട ആണല്ലേ? ഇങ്ങനെല്ലാം ആക്കി വെച്ചാൽ ബാക്കിലേക്ക് പോവാ. കാണട്ടെ. നിർത്ത്. കാണാനൊന്നുമില്ല, ഞാൻ പോയി കാണിച്ചു തരാം. വീതിയെല്ലാം എന്നല്ല പറഞ്ഞ കൂടുതൽ ഫ്ലെക്സിബിലിറ്റി വേണം. ഫ്ലെക്സിബിലിറ്റി ഇവിടെ ഒരു തണ്ടിച്ചുണ്ട്, പക്ഷെ എന്നാലും ഇത്രയും കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ടടാ. നോക്ക് ജോർജ് സാറേ, ഒരു സൈഡിലുണ്ട് USB ചാർജർ, മറ്റേ സൈഡിൽ ദൂരം യാത്ര ചെയ്യാൻ പറ്റൂലല്ലോ. ദൂരം യാത്ര ചെയ്യാം. നീ നിന്റെ കംഫർട്ടിൽ കിടക്കാനല്ല പറഞ്ഞ, ഇരിക്കാനാട്ടോ പറഞ്ഞ. നോ പ്രോബ്ലം. തേർഡ് റോ സീറ്റ് എന്തായാലും കൃഷ്ണനെക്കാളും യൂസ്ഫുൾ ആയിരുന്നു. ഉണ്ടോ ഇല്ലേ? അപ്പൊ പിന്നെന്താ ഉണ്ടല്ലോ, നിങ്ങക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സ്പേസ് ഉണ്ടല്ലോ, പോരെ? നേരത്തെ വന്നിട്ട് ഈ വണ്ടി ചൂസ് ചെയ്താൽ മതിയായിരുന്നു. കാര്യമില്ലടാ പോലെ. ഈ വീഡിയോ എടുത്ത്
തുടങ്ങി ഒരു ദിവസം തീർന്ന് അറിഞ്ഞില്ല അല്ലേ? ഇരുട്ടായി തുടങ്ങി. ഷൂട്ട് ചെയ്ത് ദിവസം തീർന്നു. അതിന് മാത്രം ഷൂട്ട് ചെയ്തിട്ടും ഇല്ല. ഡേ അങ്ങനെയായിരുന്നു. രാവിലെ തൊട്ട് ഈ വണ്ടി എക്സ്പീരിയൻസ് ചെയ്ത് ഇങ്ങനെ നടക്കായിരുന്നു. ഞാനൊക്കെ കുറെ കാലമായിട്ടുണ്ടായിരുന്നു. ക്രിസ്റ്റ നമ്മള് ഹൈക്രോസ് ആയിട്ട് കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഇൻവിറ്റുമായിട്ട് നല്ല ബന്ധം ഈ അടുത്തുണ്ടായത് നമുക്ക്. ക്രിസ്റ്റ ആയിട്ട് കുറെ കാലം. അപ്പൊ ക്രിസ്റ്റ ഒന്ന് ശരിക്കും ഒന്ന് അത് കുറച്ച് കൂടി പോയി. അതെ, അങ്ങോട്ട് നടന്ന്. ഓക്കെ, കമ്മിങ് ടു ദ ഡ്രൈവബിലിറ്റി പാർട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ബെറ്റർ ടു ഡ്രൈവ്, വിച്ച് ഈസ് എഫിഷ്യന്റ്, വിച്ച് ഈസ് കംഫർട്ടബിൾ? ഇതാണ് ഓക്കെ. എനിക്ക് മൂന്നിനും മൂന്ന് ആൻസറാ. ആയിക്കോട്ടെ, നിന്റെ ആൻസർ ഇതിനെ പറ്റി പറ. ഓക്കെ, ഫസ്റ്റ് ബെറ്റർ ടു ഡ്രൈവ് ഇതാണ്. കാരണം ഡീസൽ ടോർക്കിന്റെ ആ ഒരു സുഖം, ഗിയർ ഇപ്പൊ മാനുവൽ മാത്രമേ വരുന്നുള്ളൂ ക്രിസ്റ്റയ്ക്ക്. പക്ഷേ എന്നാലും അധികം ഗിയർ ചേഞ്ച് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ആ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നില്ല. ഡീസൽ ടോർക്ക് 340 ടോർക്ക് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് എഞ്ചിന്. നമുക്ക് ഗിയർ ആകെ ഇപ്പം മാനുവൽ വരുന്നത്. അതെ, കൂടുതൽ ഷിഫ്റ്റ് ഇല്ല, സമ്മതിച്ചു. ഡീസലാണ് എന്നുള്ളത് സമ്മതിച്ചു. പക്ഷെ ഇതിൽ വന്നിരിക്കുന്ന കൺവെൻഷണൽ ടർബോ ലാഗ് ഉണ്ട്. അതുണ്ട്. ആ മൂളിച്ചുണ്ട്. ഉണ്ടാക്കുന്ന അത്ര പെർഫോമൻസ് എനിക്ക് കിട്ടുന്നത് തോന്നില്ല. ഒന്നുമില്ല. ഒക്കെ ശരിയാണ്. അതെല്ലാം വെച്ചിട്ടാണ് നീ ഇത് പറയുന്നത്. മരം പോലെയാണ്. ഗിയറൊക്കെ മാറുമ്പോ അറിയും. പക്ഷെ എന്നാലും ഇത് ലോ എൻഡ് കൂടുതലായതുകൊണ്ട് നീ പറയുന്ന ഒരു ആസ്പെക്ട് ഞാൻ വിലയിരുത്തുന്നത് വെരി കൺവെൻഷണൽ കാർ, ഒരു കൺവെൻഷണൽ പവർ ട്രെയിൻ എൻജോയ് ചെയ്യുന്നവർക്ക് ഇഷ്ടപ്പെടും. ഞാൻ അത് ഇങ്ങനെ വെക്കണം. നമ്മളെല്ലാം എന്ന് പറഞ്ഞാൽ പല വണ്ടികളും പല ടൈമിലും പല മാറി ഓടിക്കുന്നത്. എന്നാലും നമ്മൾ ഉള്ളിൽ ചില കൺവെൻഷനാലിറ്റിയും കോണ്ടംപററിറ്റിയും എല്ലാം ഉണ്ട്. അപ്പൊ നമ്മൾ ആ കൺവെൻഷൻ ഓടിക്കാൻ ഇഷ്ടപ്പെടുന്ന ചില വണ്ടികളുണ്ട്. നമ്മൾ പഴയ ബീപ്പ് വണ്ടികളുണ്ട്. അപ്പം ഞാൻ പറയണെങ്കിൽ ഇപ്പം ലാൻഡ് ക്രൂസർ എന്ന വണ്ടി ഓടിക്കുമ്പോൾ ഞാൻ ഒരിക്കലും അതൊരു അൾട്രാ മോഡേൺ വണ്ടിയായിട്ട് കാണാറേ ഇല്ല. ഇഫ് ഐ സീ ദാറ്റ് ഐ വിൽ ബി കംപ്ലീറ്റ്ലി ഡിസപ്പോയിന്റഡ്. ഇന്നത്തെ ലാൻഡ് ക്രൂസറും 300 ആവട്ടെ, അതുപോലെ പ്രാഡോ 200 ആവട്ടെ, ഇതൊന്നല്ല 250 ആവട്ടെ, ഇതെല്ലാം തന്നെ ഓടിക്കുമ്പോൾ ഞാൻ ഉള്ളിൽ ആ കൺവെൻഷണൽ വണ്ടിയുടെ ഫീൽ വെച്ചിട്ട് ഓടിക്കാറുണ്ട്. അല്ലെങ്കിൽ എത്രയോ ഫാർ ബിഹൈൻഡ് ആണ് ഇന്നത്തെ ലാൻഡ് ക്രൂസറിൽ. ആ ഒരു മെന്റാലിറ്റി ആണെങ്കിൽ ഐ അഗ്രി ദിസ്. Okay, I also agree. But ഇന്നത്തെ കാലത്ത് പുതിയ ഡ്രൈവേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ ദേ ആർ ബോൺ ടു എക്സ്പെക്ട് ന്യൂ ടെക്നോളജി. അതിന് ഹൈക്രോസ് ആയിരിക്കും ബെറ്റർ. ഞാൻ ഓടിക്കും പറഞ്ഞുതരാം, പ്രൂവ് ചെയ്തുതരാം. എനിക്കും ഹൈക്രോസിന്റെ ഐ ലൈക്ക് ദ ടെക്നോളജി എവറിത്തിങ്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇതിന്റെ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഞാൻ പറയുന്നത് കേട്ടോ. എനിക്ക് ഡീസൽ എനിക്ക് ഭയങ്കര, ഫോർ മീ, ഞാൻ ഡ്രൈവിംഗ് പഠിച്ചത് ഡീസലിലാണ്. ഫസ്റ്റ് ഇൻഡിക്ക ആയിരുന്നു, ഇൻഡിക്കയുടെ ഡീസൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് വീട്ടിൽ മേടിച്ച വണ്ടി സ്കോർപ്പിയോ ആയിരുന്നു. സ്കോർപ്പിയോയിലാണ് ഞാൻ തെളിയുന്നത് തന്നെ. സോ ഫോർ മീ ഡീസൽ ലോറ ആയിരുന്നു. പിന്നെ അതിനുശേഷം താറ്, റാപ്പിഡ്, എല്ലാം ഡീസൽ. ആകപ്പാട് അവിടെ ഒരു പെട്രോൾ ഉണ്ടായിരുന്നു, എന്റെ ബുള്ളറ്റ് ആയിരുന്നു. അതിന് ഞാൻ പെട്രോൾ കൂട്ടിയിട്ടില്ല. ഡീസൽ പോലത്തെ പെട്രോൾ ആയിരുന്നു അത്, അവിടെ കൂട്ടിയിട്ടില്ല. ആയിക്കോട്ടെ, നിന്റെ ഡ്രൈവിംഗ് നേച്ചറിൽ ഇത് ഇഷ്ടപ്പെടും. അതുള്ള ആൾക്കാരുണ്ട്. ഞാനിപ്പോ ഈ സ്റ്റാർട്ടിങ്ങിൽ എടുത്തേക്കുന്ന സെക്കൻഡ് ഗിയറിലേക്ക് മാറ്റേണ്ടതില്ല. ക്ലച്ചിലൊന്ന് കളിച്ച വണ്ടി എടുത്ത് കൺവീനിയൻസസ്, ലോട്ട് ഓഫ് തിങ്സ്. ഐ അഗ്രി ദാറ്റ്. പക്ഷെ വേർ ഇസ് ഓട്ടോമാറ്റിക് ഇല്ല. അത് വേണ്ട കാലത്ത് ഓട്ടോമാറ്റിക് ഇല്ല. ശരിയാണ്. അപ്പൊ ശരി, ഞാനിത് കംപ്ലീറ്റ്ലി ഇവിടെ തമാശ മാറ്റി വെച്ച് പറയണെങ്കിൽ ഇതിനൊരു ഡ്രൈവർ സെഗ്മെന്റ് ഉണ്ട്. ഈ വണ്ടി, ഇങ്ങനത്തെ വണ്ടി ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. നമ്മൾ അവരെയും റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിൽ അങ്ങനത്തെ ആൾക്കാരുണ്ട്. നമ്മളിൽ, അതായത് ഇവന്റെ ഉള്ളിലും അതുണ്ട്. നമ്മൾ പഴയ വണ്ടികൾ ഓടിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. നമ്മൾ ജീപ്പും താറും ഈവൻ പഴയ ഓഫ് റോഡേഴ്സും എൻ്റെ വണ്ടിയെല്ലാം ഓടിക്കുമ്പോൾ എല്ലാം നമുക്ക് ആ പഴയ വണ്ടിന്റെ ഫീല് വരും. അപ്പൊ അതിനിത് ആപ്റ്റാണ്. മൈലേജ് ഒരു ചോദ്യമാണ്. അപ്പൊ ചോദ്യത്തിന് വെച്ചിട്ട് കമ്പനി ക്ലെയിം ചെയ്യുന്നത് 16 ക്ലെയിം ചെയ്യുന്നുണ്ട്. നമ്മള് ഇപ്പൊ നമുക്ക് 10.7 ഇവിടെ കാണിക്കേണ്ടത്. നമ്മളെ ഇടയിൽ ഉണ്ടായിരുന്ന വണ്ടികളുണ്ട് കൂടുതൽ. ലിബിനും സുജി എല്ലാം, ഇവൻ നമ്മളെ അജു ആവട്ടെ, ഹുമേണ്ട്, ഇവരെല്ലാരും ഇന്നോവ ക്രിസ്റ്റയെല്ലാം ഉപയോഗിച്ച ആൾക്കാർ. അപ്പൊ നമ്മൾ എല്ലാവരും വെറുതെ ഒന്ന് ചോദിച്ചപ്പോൾ 12-13 എല്ലാം ആവറേജ് കിട്ടിയിട്ടുണ്ട്. 14-15 വരെ കിട്ടിയിട്ടുണ്ട് ഹൈവേസിൽ. ആവറേജ് എന്തായാലും ഞാൻ പറഞ്ഞ ആവറേജ് 13 എന്തായാലും കിട്ടുന്ന വണ്ടിയാണ്. ഇനിയുള്ളൊരു ആസ്പെക്ട് കംഫർട്ടാണ്. ഇപ്പൊ ഡ്രൈവിംഗിൽ തന്നെ. പക്ഷെ എനിക്ക് ഒരു കാര്യമാണ് പറയാനുണ്ട്. ഐ ആം വെരി മച്ച് അഗെയിൻസ്റ്റ് ടൊയോട്ട നോട്ട് ഗിവിംഗ് ഓട്ടോമാറ്റിക്.
കാരണം ക്രിസ്റ്റ ആണെങ്കിലും ഹൈക്രോസ് ആണെങ്കിലും ടാക്സി ആയിട്ട് വണ്ടി ഓടുന്നുണ്ടെങ്കിലും വളരെയധികം പേഴ്സണൽ ഡ്രൈവേഴ്സും ഫാമിലി കാറുമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വണ്ടിയാണ് ക്രിസ്റ്റ ആണെങ്കിലും ഹൈക്രോസ് ആണെങ്കിലും. ഇറ്റ് നീഡ്സ് ഓട്ടോമാറ്റിക്. ഇപ്പം പ്രത്യേകിച്ച് ടാറ്റ കൊടുക്കാത്തതിന്റെ ഒരു കാരണം ഈ ക്രിസ്റ്റ ഒരു റിസർവിംഗ് ഫോർ ടാക്സിയാണ്. അല്ലാത്ത ഒരാൾക്ക് വേണമെങ്കിൽ ഒരു ഓട്ടോമാറ്റിക് ആവശ്യമാണ്. ഇല്ലേ പിന്നെ എന്താ കൊടുക്കുന്നത്? എന്തിനാണ് ടാറ്റനെ സത്യം പറയുള്ളൂ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ ടാറ്റന്റെ പുറത്തുള്ള ഇന്ത്യയിലെ പല പിഷ്കത്തരം പല രീതിയിലുള്ള പിഷ്കത്തരവും ഉണ്ട്. അത് നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാനും ടോളറേറ്റ് ചെയ്യാനും പറ്റാറില്ല. They are actually not giving the full, you know, what Toyota is. Considering you're making so much margin with your cars. അതെ, Toyota should give more. Granted അവരുടെ കാസ് ഒക്കെ അടിപൊളിയാണ്, തെറ്റുകൾ അങ്ങനെയൊന്നും ചൂണ്ടിക്കാണിക്കാനില്ല. പക്ഷേ you should give more. We deserve more. അത്രേ ഉള്ളൂ. We deserve more. കംഫർട്ട് കൂടെ പറയാം. ഈ ഇതിൽ ലൈറ്റ് പോകണ മറ്റേ വണ്ടി ഓടിച്ച് കാണിക്കണ്ടേ? ആരാ ജയിക്കാൻ നോക്കണ്ട നമുക്ക് ഇവിടെ. അപ്പോൾ ഏതായാലും കംഫർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സസ്പെൻഷൻ വൈസ് ഇത് പഴയ സ്ട്രക്ചറാണ്, ബോഡി സ്ട്രക്ചറാണ്. കൺസിഡറിങ് ദാറ്റ് ആ പഴയ ബോഡി ഫോമിനുള്ള സസ്പെൻഷൻ ഇതുണ്ട്. അതുകൊണ്ടാണ് ഇത് വലിയ ഹിറ്റായിരുന്നത്. വേറെ എന്തിനേക്കാളും ഞാൻ കണ്ടിട്ടുള്ളത് ടൊയോട്ട ഇന്നോവ എന്ന് പറഞ്ഞ വണ്ടി ഫ്രം ദ ബിഗിനിങ് വാസ് സക്സസ്ഫുൾ ഓൺലി ബിക്കോസ് ഓഫ് ദ ട്രാവലിംഗ് കംഫർട്ട്. എനി ഡേ നോട്ട് ഡ്രൈവിംഗ്. ഞാൻ ഈവൻ ഐ ക്രോസ് ഐ ആം നോട്ട് എ ഫാൻ ഓഫ് ടൊയോട്ട ഇന്നോവാസ് ഡ്രൈവിംഗ് നേച്ചർ. പലരും ഇഷ്ടപ്പെടുന്നതാണ്, പറയാറുണ്ട്. ഞാൻ അവരെ എതിർക്കാറില്ല. കാരണം എന്താ, അത് അവരുടെ ഇത് ഒരു കൺസിഡറേഷൻ നല്ല വണ്ടി. ഓക്കെ, സോ കംഫർട്ട് വൈസ് ആണ് ഞാൻ പറഞ്ഞ സീറ്റിന്റെ കാര്യം എനിക്ക് ശരിക്കും നല്ല ഡ്രോബാക്ക് ആയി തോന്നും. ഇത് ഞാൻ പ്രാക്ടിക്കലി പറയാൻ കാരണം നമ്മൾ ഒരുപാട് ടാക്സിയിൽ യാത്ര ചെയ്യുന്ന ആളാണ്. കോഴിക്കോട് നെടുമ്പാശ്ശേരിയോ എല്ലാം പോയിട്ട് ഫ്ലൈറ്റ് കയറുന്നു. ഇനി നമ്മൾ ഡ്രൈവ് പോണ സ്ഥലം എയർപോർട്ടിൽ ഇറങ്ങി 2-3 മണിക്കൂറിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ എല്ലാം അധികം ഉണ്ടാവാറുള്ള ഇന്നോവയും ക്രിസ്റ്റയുടെ ഹൈക്രോസ് എല്ലാം. ഈ ക്രിസ്റ്റന്റെ ഈ സീറ്റ് കാരണം പലപ്പോഴും ഞാൻ ഫ്രണ്ടിലിരുന്നിട്ട് സീറ്റ് റിക്ലൈൻ ചെയ്തിട്ട് കിടക്കാറുണ്ട് ടയർഡ് ആവുന്ന സമയത്ത്. അത് ഞാൻ പ്രിഫർ ചെയ്യാത്ത, ഫ്രണ്ടിലിരുന്നിട്ട് ഉറങ്ങുന്നത് ഞാൻ പ്രിഫർ ചെയ്യാത്ത കാര്യം സീറ്റിനെ കൊണ്ട് മാത്രമാണ്. മറ്റുള്ള ഇന്നോവയിൽ ഇനിയിപ്പോൾ ഇതിൻ്റെ ബെൻസീറ്റ് ആണെങ്കിൽ പോലും ഞാൻ കിടന്നിട്ടെങ്കിലും പോകും. പക്ഷേ ഈ സീറ്റ് ഈ തള്ളൽ ഇസ് എ ബിഗ് ഡ്രോബാക്ക്. I don't know how many people like it, but I can't take it. Yeah. So comfort ആണെങ്കിലും സെക്കൻഡ് സീറ്റ്, തേർഡ് സീറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു സ്പേസിൻ്റെ കുറവും തേർഡ് സീറ്റിൽ എന്തായാലും ഉണ്ട്. പക്ഷേ സെക്കൻഡ് സീറ്റിന് ഈ ഒരു കുറവ് വെച്ച് കഴിഞ്ഞാൽ ട്രാവലിംഗ് കംഫർട്ടൊക്കെ ഹൈ ആണ്. എല്ലാം ഹൈ ആണ്. സേഫ്റ്റി വൈസ് കുറവാണ്. ഒന്നും പറയില്ല, ഇന്നോവ അങ്ങനെയാണ്. അങ്ങനെ അതടക്കം ആളുകൾ അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യമാണ്. ഇന്നോവയ്ക്കുള്ള കുറ്റങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ ഇന്നോവയുടെ കുറ്റങ്ങളും കുറവുകളൊക്കെ അത് വേറെ തന്നെ നമുക്ക് പറയാനുണ്ടാവും. പക്ഷെ അത് പറയുന്നില്ല. നമ്മൾ രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ്ലി ഇതാണ് സീൻ. ഓക്കെ, നമുക്ക് ഹൈക്രോസിലേക്ക് കയറല്ലേ? നോക്കടാ, ഇലക്ട്രിക് മോഡൽ നമ്മൾ ഓടെ, EV മോഡ്, ഹൈബ്രിഡ്. ഒന്നും ചെയ്യാനില്ല, സമ്മതിച്ചിരുന്നുണ്ട്. ഓക്കെ, EV മോഡ് അല്ലാണ്ട് സമ്മതിച്ചു, ഹൈബ്രിഡ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആ കാര്യം പറയാം. നമുക്ക് മൈലേജ് ശരിക്കും ഇതിൻ്റെ ബെഞ്ച് മാർക്ക് ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ അടുത്ത് ഇതിൻ്റെ ഈക്വലൻ സാധനമാണ് ഇൻവിക്ടോ, അതുണ്ടായിരുന്നു. നമ്മൾ നല്ല പോലെ ഉപയോഗിച്ചപ്പം തന്നെ ശരിക്കും ഏകദേശം 18 കിലോമീറ്ററെല്ലാം നമുക്ക് കിട്ടാറുണ്ട്. ഇനി അത് ഹൈവേ മറ്റൊരു മുമ്പും 24 വരെ കിട്ടിയ ടൈമുണ്ട്. ക്ലെയിം ചെയ്യുന്നത് 26 അപ്പം ഇതാണ് നമ്മുടെ മൈലേജ് എക്സ്പീരിയൻസ് അല്ലേ? കിട്ടിയിട്ടുണ്ട് നമുക്ക്. എനിക്കും ഞാൻ സമ്മതിക്കാം. പിന്നെ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒബ്വിയസ്ലി വൺ തിങ് മിസ്സിംഗ് ഇസ് ഡീസൽ ടോർക്ക്. ഇത് പെട്രോൾ ഹൈബ്രിഡ് ആണ്. എനിക്ക് സത്യം പറയാലോ, ഞാൻ ഡീസൽ എനിക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഈ ഹൈബ്രിഡ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഇൻവിക്ടോ കൊണ്ടുനടന്നപ്പോൾ ഐ എഗ്രി, സമ്മതിച്ചു. ഇറ്റ്സ് നൈസ്. അത് അത്യാവശ്യം നമുക്ക് വേണ്ട സമയത്ത് ഈ ഇങ്ങനത്തെ കാറ്റഗറിയിൽ നമ്മൾ ഡീസലും പെട്രോളും എടുത്ത് തന്നെ നമ്മൾ രണ്ടുപേരും ഡീസൽ ഇഷ്ടപ്പെടുന്ന ആളാണ്, ഡീസൽ ആളാണ്. പക്ഷെ ഇതിന്റെ ഹൈബ്രിഡ് സിസ്റ്റം ഈസ് ഫ്ലോലെസ്. കുറ്റം പറയാമല്ലോ. പല ഹൈബ്രിഡ് സിസ്റ്റം കണ്ടിട്ട് വൺ ഓഫ് ദ ബെസ്റ്റ് ഇസ് ടൊയോട്ടാസ് ഹൈബ്രിഡ് സിസ്റ്റം. അതുകൊണ്ട് അത് ഓടിക്കാൻ എയിം ആയി കഴിഞ്ഞു. അതുകൂടെ ഞാൻ പറയാം, നമ്മളെ കൂട്ടത്തിൽ തന്നെ 6.5 കിലോമീറ്റർ മൈലേജ് കിട്ടിയ ആളുണ്ട് ഹൈക്രോസ് എടുത്തിട്ട്. തർക്കിക്കായിരുന്നു, കിട്ടൂല പറഞ്ഞിട്ട് ആ വണ്ടീനെ എടുത്തിട്ട്
ഞാൻ റീസെറ്റ് ചെയ്തിട്ട് എയർപോർട്ടിൽ പോയി വന്നപ്പോൾ എനിക്ക് കിട്ടിയത് 12. എന്നിട്ട് ഞാൻ പിറ്റേന്ന് ഫ്യൂൽ ചെയ്തിട്ട് ഞാൻ കാണിച്ചു കൊടുത്തു, അന്ന് കിട്ടിയത് 18. അപ്പോൾ ഇത് എങ്ങനെ ഞങ്ങൾ ഓടിക്കുന്നത് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഹൈബ്രിഡ് ലീനിയർ ആക്സലറേഷൻ കൊടുക്കണം, ഒന്ന് ത്രോട്ടിൽ കൺട്രോൾ ചെയ്ത് പിടിച്ച് നല്ല എഫിഷ്യൻസി ഒപ്പിക്കുക, നല്ല പോക്കും പോവാം. എനിക്കതല്ല, എനിക്ക് ഫുൾ ആ ആളാണ് അഗസ്റ്റിൻ ലിവിൻ പൊയ്യോസർ നമ്മളെ കൂട്ടത്തില്ല. പക്ഷെ അവനത് മനസ്സിലാക്കിയതിന് ശേഷം പിന്നെ മൈലേജ് എല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മളും പ്രാക്ടിക്കലി നോക്കുകയാണെങ്കിൽ മൈലേജ് കിട്ടിയില്ലാണ്ട് ഡ്രൈവിംഗ് കംഫർട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ്സ് മോർ കംഫർട്ട്. ഇതൊരു മോണോകോക്ക് ആയതുകൊണ്ട് ഒരു യൂസർ എന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ കസ്റ്റമർക്ക് ഒരു പേഴ്സണൽ യൂസ് ഒരു വലിയ വണ്ടി വേണമെങ്കിൽ ഇന്നോവയാണ് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദിസ് ഈസ് എ ബെറ്റർ ഓപ്ഷൻ. പേഴ്സണലി യൂസ് ചെയ്യുന്ന ബെസ്റ്റ് കാറാണ്. പേഴ്സണലി യൂസ് കുറെ കൂടെ കാർ ലൈക്ക് ഫീൽ ആണ്. നമുക്ക് ഒരു വലിയ മരം കൊണ്ടടക്കുന്ന മാതിരി ഇല്ല. പക്ഷെ 6 ലക്ഷം രൂപ കൂടുതൽ കൊടുത്തിട്ടാണ് ഈ മയം ഒപ്പിക്കുന്നത്. 6 ലക്ഷം രൂപ കൂടുതൽ കൊടുക്കണമെങ്കിൽ അതിന് എന്ത് ബെനിഫിറ്റ് ഉണ്ട് നമുക്ക് ലാസ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിൽ നോക്കാം. എനിവേ കംഫർട്ടിനെ കുറിച്ച് പറയാം. നമുക്ക് ലൈറ്റ് പോവാനായി. കംഫർട്ട്, വെന്റിലേറ്റഡ് സീറ്റ്സ് ഗ്രേറ്റ്, സീറ്റ്സ് കംഫർട്ടബിൾ ആണ്. സെക്കൻഡ് റോ സീറ്റിന്റെ തള്ളുണ്ടോ? സെക്കൻഡ് റോ സീറ്റിന് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല, ലോങ് പോകാനൊക്കെ അടിപൊളിയാണ്. തേർഡ് റോ സീറ്റോ? തേർഡ് റോ സീറ്റും വലിയ പറ്റും, ലോങ് പോകാൻ പറ്റും. 100 മില്ലിമീറ്റർ കൂടുതൽ വീൽ ബേസ് ഉണ്ടല്ലോ, ഉപകാരപ്പെടുന്ന വീൽ ബേസ് ആണ്. പിന്നെ സൺറൂഫ് വലിയൊരു ഫാക്ടറാണ് നമ്മുടെ നാട്ടില് വണ്ടി മേടിക്കാനുള്ളത്. ഇത് സൺറൂഫ് ഉണ്ടായാലും സൺറൂഫ് ഇല്ല. ഞാൻ പറയാലോ, എനിക്ക് സൺറൂഫ് വേണമെന്നില്ല. എന്താന്ന് വെച്ചാൽ നമുക്ക് ആ ക്ലൈമറ്റ് ഇല്ല, അതുകൊണ്ട്. അതാണ് ക്ലൈമറ്റ് ഉണ്ട്. ആകപ്പാടെ എനിക്ക് സൺറൂഫ് ആസ്വദിക്കാൻ പറ്റിയിട്ടുള്ളത് ഈ റൂഫിന്റെ ലൈനിങ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ മഴ സമയത്ത് ആ മഴത്തുള്ളികൾ വീഴുന്ന കാണാൻ ഒരു ഭംഗിയുണ്ട്. ഞാനെല്ലാം ഓടിച്ചിട്ടുണ്ട്. ഇത് മാത്രല്ല, ഇപ്പൊ നമ്മള് മുമ്പ് നമ്മളടുത്ത് പല വണ്ടികളുണ്ടായിരുന്നപ്പോൾ നമ്മളെ ഓൺ കാർ തന്നെ പറഞ്ഞ ഊട്ടിയോ അല്ലെങ്കിൽ നമ്മൾ വയനാട് സ്ഥിരമായിട്ട് പോകാൻ റിസോർട്ടിന് പണിയെടുക്കുമ്പോൾ പോകുമ്പോൾ ചോരം കയറാൻ തുടങ്ങിയാൽ ഞാൻ തുറന്നു വെക്കും. അതെങ്ങനെയാ വെച്ചാൽ ഫുൾ തുറക്കല്ല, ലിഫ്റ്റ് ചെയ്ത് വെക്കും. അത് ഞാനും ചെയ്യലുണ്ട്. അതാണ് സൺറൂഫിന്റെ മെയിൻ ഒരു യൂസേജ്. ഞാൻ വണ്ടിക്കകത്ത് പണ്ട് സ്മോക്ക് ചെയ്തിരുന്നപ്പോ ഞാൻ ഈ ഇത് പൊക്കി വെക്കും, അപ്പൊ പുക. ഓക്കെ, വണ്ടിക്കകത്ത് ഞാൻ സ്മോക്ക് ചെയ്തിട്ടുണ്ട്. വെരി ബാഡ് വണ്ടിക്ക് സ്മോക്ക് ചെയ്യുന്നത്. വണ്ടി ഇതിന്റെ ഒട്ടേക്കോട്ടെ. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് കംഫർട്ടിൽ പറയാനുള്ളത്. ഇനി സേഫ്റ്റിയും കൂടെ ആണെങ്കിൽ ദിസ് ഇസ് ബെറ്റർ സേഫ്റ്റി. ADAS ഫീച്ചേഴ്സ് ഉണ്ട്. എന്റെ പുറമെ ഇപ്പം ഇൻവിക്ടോന് 5 സ്റ്റാർ കിട്ടിയിട്ടുണ്ട്, വിച്ച് മീൻസ് ദിസ് ഓൾസോ വിൽ ഗെറ്റ് 5 സ്റ്റാർ. അപ്പം ഭാരതൻ ക്യാപ്പിൽ കിട്ടും. അപ്പൊ അതുകൊണ്ട് സേഫ് വണ്ടിയാണ്. ഇനി നിങ്ങൾ തീരുമാനിക്കും. ഇനി 6ാമത്തതും അവസാനത്തുമായ ഒരു ചോദ്യം എന്നുള്ളത് മെയിൻ്റെനൻസ് കോസ്റ്റ് ആണ്. 1 കിലോമീറ്റർ ഓടാൻ വരുന്ന കോസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ്. നീ എന്താ വല്ലാണ്ട് ചിരിക്കുന്നത്, ചാടുന്നത്, ചോദ്യം പറയും. അതന്നെ ഏറ്റവും കുറഞ്ഞ മെയിൻ്റെനൻസ് കോസ്റ്റ് ഏതിനാണ് വരിക എന്നുള്ളതാണ് ചോദ്യം. പെർ കിലോമീറ്റർ കോസ്റ്റ് എടുക്കാം. ഫസ്റ്റ് സർവീസ് സെക്കൻഡ് സർവീസ് ഒന്നും പോകണ്ട. പെർ കിലോമീറ്റർ ഇതിന് കോസ്റ്റ് വരുന്നത് 1.04. അപ്പം അത് മീൻസ് കുറവ് തന്നെയാണ്. അതായത് നീ ജയിച്ചത് ഏറെക്കുറെ. അവിടെ ഞാനാണ് ജയിച്ചിരിക്കുന്നത് കേട്ടോ. ഇത് 0.86, 86 പൈസ. അത്ര ₹1 കൂടി ആവില്ല. ഇത് കുറവാണ്. യെസ്, എടാ അത് ഹൈബ്രിഡ് ആടാ മോനെ. നീ എന്താ വിചാരിച്ചേ? അപ്പൊ പിന്നെ എന്തുകൊണ്ടും നല്ലത്. അപ്പൊ ശരി, ബൈ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഫ്ലൈൽ മലയാളം. ഞാൻ നന്ദു. അത് മനസ്സിലായല്ലോ. അപ്പോൾ നിങ്ങളനുസരിച്ച് വണ്ടി എടുത്തോളൂ. സ്റ്റേ സേഫ് ആൻഡ് എൻജോയ് യുവർ വീലിംഗ്.